നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. വരുന്ന എക്സാമുകൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. അത് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ്. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം തുടങ്ങിയവയാണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ആൻസർ 2013 മാർച്ച് 31. അടുത്ത ചോദ്യം നോക്കാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ 2ഉം 4ഉമാണ്. വുഷ്മൻ, അതുപോലെ തൊറേക്ക്. അടുത്ത ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഇതിൻ്റെ ആൻസർ കൈലാസ് സത്യാർത്ഥിയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, ബേട്ടി ബച്ചാവോ ആന്തോളൻ അല്ല, ബച്പൻ ബച്ചാവോ ആന്തോളൻ ആരുടെയാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. അടുത്ത ചോദ്യം, മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഇതിൻ്റെ ആൻസർ പുറനാനൂറാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ അറിയപ്പെടുന്നത്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്ന് പറയുന്നത്. അടുത്തത്, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? 2022 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ കിലിയൻ എംബാബെയാണ്. കിലിയൻ എംബാബെ. അടുത്ത ചോദ്യം, 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഏതാണ്? ആൻസർ ഐസൺ ആണ്. അടുത്ത ചോദ്യം, മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ആൻസർ പാർമയാണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനകരേഖാംശം എത്ര ഡിഗ്രിയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്താണ്. 23.5 ഡിഗ്രി നോർത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ അതുപോലെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ് എന്ന് ചോദിച്ചാൽ 30 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ എന്ന് പറയുന്നത്. കരേവയാണ് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. അടുത്ത ചോദ്യം, കൃഷി അധിഷ്ഠിത വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ആൻസർ പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഇതിൻ്റെ ആൻസർ വിശാഖപട്ടണമാണ്. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ്
പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. അടുത്ത ചോദ്യം, ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ കൽക്കരിയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഇതിൻ്റെ ആൻസർ 1, 2 എന്നിവ മാത്രം. 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഒന്നെന്താണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുക. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുക. 2, ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇത് രണ്ടും ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. അടുത്ത ചോദ്യം, ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇന്ത്യയിൽ ഏത് വർഷമാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇതിൻ്റെ ആൻസർ 1986. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആര്യ മഹിളാ സഭ സ്ഥാപിക്കുന്നത് ആരാണ്? രമാബായിയാണ്. പണ്ഡിത രമാബായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു നൽകിയ സംഭവം ഏതാണ്? ഇതിൻ്റെ ആൻസർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത്. അടുത്ത ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ റാണി ഗൈഡിൻലിയുവിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവം നടക്കുന്നത് 1922. അടുത്ത ചോദ്യം, 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? അതിൻ്റെ ആൻസർ ലാഹോറിലാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. അടുത്തത്, 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇതിൻ്റെ ആൻസർ വിനോബ ഭാവെയാണ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീരവനിതയാണ് അരുണ ആസഫ് അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് CK ലക്ഷ്മണൻ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളമാണ്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ഇതിൻ്റെ ആൻസർ 14 14 പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമാകുന്ന വർഷം ഏതാണ്? 2005 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ആൻസർ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അടുത്ത ചോദ്യം, കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത് എന്നാണ്? 1994 പഞ്ചായത്ത് രാജ് നിയമം പാസ്സാകുന്നത്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്നുള്ളത് EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ്. അടുത്ത ചോദ്യം, 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ആൻസർ ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് ബെൻ നീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തെ ബെൻ നീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം, ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇതിൻ്റെ ആൻസർ പ്രേംജി ആണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. അടുത്തത്, 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? ഇതിൻ്റെ ആൻസർ കുമാര ഗുരുദേവനാണ്. അടുത്ത ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചിട്ടാണ്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ വേദി എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. അടുത്ത ചോദ്യം, 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1904 അധസ്ഥിതർക്കു വേണ്ടി മാത്രമായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? 1941 മാർച്ച് 28 കയ്യൂർ സമരം നടക്കുന്നത്. അടുത്ത ചോദ്യം, കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ സംഘടിപ്പിച്ചത്. അത് ആരാണ്? ആൻസർ AK ഗോപാലനാണ് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അടുത്തത്, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് മാഡം ഭിക്കാജിക്കാമയാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്.
മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പിലാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായത് എന്ന് കണ്ടെത്തുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2ഉം 4ഉം ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഒരു മൗലിക അവകാശമാണ്. അതുപോലെ ഭാഗം 4-ൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം, മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആൻസർ കോമ്പല്ലാണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? അസ്കോർബിക് അമ്ലം അഥവാ അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ്. തൊണ്ടമുള്ളിന് അഥവാ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? സങ്കരയിനം പച്ചമുളകാണ് ഉജ്ജ്വല എന്ന് പറയുന്നത്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. ഏറ്റവും വലുത് റാന്നിയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവാണ് മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാകുന്നത്? ഇതിൻ്റെ ആൻസർ ഓക്സിജൻ ആണ്. അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്നത് തന്മാത്ര എന്നാണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാമാണ്? ഇതിൻ്റെ ആൻസർ 1ഉം 2ഉമാണ്. ഹൈഡ്രജൻ, കാർബൺ എന്നിവയാണ് ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ആൻസർ മഞ്ഞയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ സമ്പർക്ക ബലം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഘർഷണ ബലമാണ് സമ്പർക്ക ബലം. അടുത്ത ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ബുധനാണ്. അടുത്ത ചോദ്യം നോക്കാം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ
മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. അവസാന ചോദ്യം, ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 80 ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.